ഹായ് നമസ്കാരം, ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് മാതള നാരങ്ങ വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്. അതായത് മിഠായിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 2 മാതള നാരങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അല്ലികളെല്ലാം ഒന്ന് അടർത്തി എടുത്തിട്ടുണ്ട്. അതിൻ്റെ വൈറ്റുള്ള സംഭവം ഒന്നും എടുക്കരുത്. അല്ലികൾ മാത്രം എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്നിട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ മധുരത്തിന് ആവശ്യമുള്ളത്രയും പഞ്ചസാരയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത ജ്യൂസ് നമുക്കൊന്ന് അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കണം. എന്നിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ നമ്മൾ ഈ അരിച്ചെടുത്ത മാതള നാരങ്ങ ജ്യൂസില്ലേ, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം നമുക്കിതിനകത്തേക്ക്. എന്നിട്ട് ഒരു തടി തവി വെച്ചിട്ട് നമ്മൾ ഒരു 10 മിനിറ്റോളം ഇളക്കിക്കൊണ്ടേയിരിക്കണം. നോൺ സ്റ്റിക്ക് പാത്രമായതുകൊണ്ടാണ് തടിത്തവി ഉപയോഗിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു പകുതി പരുവായിട്ടുണ്ട്. 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് നമ്മളൊന്ന് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഈ കൂട്ടൊന്ന് അല്പം ഒന്ന് ഇട്ട് നോക്കുമ്പോൾ അത് അലിഞ്ഞു പോവുകയാണെങ്കിൽ, വെള്ളത്തിൽ അലിഞ്ഞു പോവുകയാണെങ്കിൽ അത് പാകമായിട്ടില്ല. അല്ലാതെ നമ്മൾ കുറച്ച്, അതായത് അല്പനേരം കൂടി ഒരു 5 മിനിറ്റ് കൂടി കഴിയുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഉരുട്ടുന്ന ഒരു പരുവമായിട്ട് കിട്ടും. അപ്പോൾ ഇത് പാകമായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ നമുക്ക് മിഠായിയുടെ അച്ചുണ്ടെങ്കിൽ അതിനകത്ത് ഇടാം, അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ഉരുട്ടി നമുക്ക് എടുക്കാം കേട്ടോ. ഇതിപ്പം മിഠായിയുടെ അച്ചുണ്ടായിരുന്നു, പിന്നെ ഞാൻ കൈ കൊണ്ട് ഉരുട്ടിയെടുത്തിട്ട് പഞ്ചസാരയുടെ പൊടിയില്ലേ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ മാതള നാരങ്ങ മിഠായി റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു മായം ഇല്ലാത്ത മിഠായിയാണ് കേട്ടോ. അപ്പോൾ പറ്റാവുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ലല്ലോ. പിന്നെ അച്ചിനകത്ത് ഒഴിച്ചതിൻ്റെ ഇതും ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇതുകൊണ്ട് പിന്നെ വേറൊരു ഷേപ്പുള്ള ഹാർട്ട് ഷേപ്പുള്ള മിഠായി ഉണ്ട്. പിന്നെ കൈ കൊണ്ട് ഉരുട്ടിയെടുത്തതുണ്ട്. പിന്നെ ഇണ്ടാക്റ്റ് വെച്ചിട്ട് ഞാൻ കുറച്ച് മിഠായി പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പാത്രത്തിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ്, എന്നിട്ട് കഴിക്കാവുന്നതുമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ പറ്റാവുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണേ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.